കുക്കി, നീ എന്താ നീ പറയുന്നേ? നിന്റെ കല്യാണം കഴിഞ്ഞോ? പറ കുക്കി. കഴിഞ്ഞു. അയാളെന്നെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. നിന്ന് കൊടുക്കേണ്ടി വന്നു. എല്ലാത്തിനും. എന്റെ മാതാവേ, ചാകാൻ പേടിയായോണ്ടാടി. ഇല്ലാന്ന് കുക്കി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മമ്മിയും ജിമ്മിയും അവർക്ക് വേണ്ടി സകല ദേവിയെയും പ്രാർത്ഥിച്ച് ഒരു തക്കം കിട്ടിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടോടിയത്. പക്ഷെ എനിക്ക് ഉറപ്പാ അയാൾ എന്നെ തേടി വരും. അയാൾ പറഞ്ഞത് ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ടാണോ നീ? എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ. നിനക്ക് പറ്റും. നീ തന്നെ വിചാരിക്കണം നീ ഓക്കെ ആവാൻ. നീ ഓക്കെ ആയേ പറ്റൂ. ഇല്ലെങ്കിൽ ചിമ്മിക്കൊരു ചെറിയ ഡൗട്ട് കുടുങ്ങിയാ മതി. എനിക്കറിയാം ഞാനും ഓക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടിലുള്ള ചിമ്മിയുടെ ഫ്രണ്ട് ക്രിസ്റ്റിയോ, അവനെ കാണാൻ അയാളെ പോലെയാ. ഇനി അയാളാണോ? അല്ല, മുഖച്ചായ മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റിയുടെ നല്ല തിളങ്ങുന്ന കണ്ണാ. അയാളുടെ കണ്ണിൽ നോക്കുമ്പോ തന്നെ പേടിയാവും. മൊത്തത്തിൽ ക്രിസ്റ്റി അയാളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു 7 ജന്മം എടുത്താലും അയാൾക്ക് ക്രിസ്റ്റിയെ പോലെ ആവാൻ കഴിയില്ല. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം? ക്രിസ്റ്റി കാണുമ്പോ അയാളെ ഓർമ്മ വരും. എന്റെ സമനില തെറ്റും. നിന്റെ ഈ പേര് മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി ക്രിസ്റ്റി തന്നെയാണ്. നീ അവനോടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. നിന്റെ മനസ്സിൽ ഇതൊക്കെ പോവും. എനിക്കതിന് കഴിയുന്ന പറ്റും, അത്ര തന്നെ. അതാമ അബദ്ധത്തിൽ പോലും നീ ഇല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞാലും അറിയില്ല. പക്ഷെ എന്റെ ചങ്കിടിക്കുക. ചില സമയത്ത് എനിക്ക് അതൊരു സാധനം ഉണ്ടോന്ന് പോലും ഡൗട്ടാ. നീ എന്തായാലും ധൈര്യം കൈവിടരുത്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. നീ എവിടെയായിരുന്നു പെണ്ണെ? ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു. ഞങ്ങള് കഴിച്ചു. നീ പ്ലേറ്റ് എടുത്തിട്ടിരുന്നോ? പിന്നെ ബീഫ് ഫ്രൈ തീർത്തേക്കരുത്. രാത്രി ആ ചെക്കൻ വരുമ്പോ കൊടുക്കാനുള്ളതാ. നീ എത്തിയോ? സൺഡേ അല്ലേ, നൈറ്റ് നല്ല ട്രാഫിക് ആയിരിക്കും. ശരിയാ, നേരത്തെ പോകുന്നത് നന്നായി. ആന്റി, മമ്മി കുറച്ച് കപ്പളങ്ങയും ചായപ്പൊടിയും തന്നു വിട്ടിട്ടുണ്ട്. ഷോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഇതെന്തോന്ന് ബാർട്ടർ സമ്പ്രദായം? ഒന്ന് പോടാ ചെറുക്ക. മോനെന്നാ കൈ കഴിയിട്ട് വാ, ചോറുന്നു. ഞാൻ കഴിച്ചിട്ട് ഇറങ്ങി. എന്നാ ബീഫ് ഫ്രൈ പെറുക്കി തിന്നു. ഇല്ലേ, ബാക്കിയൊന്നും കിട്ടത്തില്ല. ആന്റി, മമ്മി ഒരു ചരട് കൂടെ തന്നു വിട്ടിട്ടുണ്ട്. കുക്കിയുടെ കയ്യിൽ കെട്ടാൻ പേടിക്ക്. ഞാനത് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഇന്നലെ. ഓ പിന്നെ ചിമ്മി, മേടിക്കുന്നു. ക്രിസ്റ്റി, അതവളുടെ കൈ കെട്ടിക്കൊടുത്തേക്ക്. ഞാനൊന്ന് കിടക്കട്ടെ. ഏതോ മറുദിക്കിലെ മാന്ത്രികനല്ലേ, ഇരു കൈകളിൽ ചെപ്പുകളില്ലേ, ഇതല്ലേ മഹാജാലം. തേങ്ങും ഇടനെഞ്ചിലെ നോവുകളെല്ലാം കളിവക്കരിൽ മായുകയല്ലേ, തെളിഞ്ഞു നിലാക്കാലം. ഒരു പൊയ്ക്കിനാവ് പോലെ മെല്ലെ മാഞ്ഞിടല്ലേ നീ, മാഞ്ഞിടല്ലേ നീ കിടന്നോ? ഇല്ലടാ, പറയ്. കുക്കി എന്താന്ന് നിന്നോട് പറഞ്ഞേ? എന്താ? അവളെന്താ ഇന്ന് നിന്നോട് പറഞ്ഞേന്ന്? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു പള്ളിയിൽ പരിപാടി? ഞങ്ങള് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. അത്രേ ഉള്ളോ? നേരം വൈകിയപ്പോ ഞാൻ കരുതി അവള് നിന്നോട് കാര്യമായിട്ട് എന്തോ പറഞ്ഞു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ വേറെന്താ? വേറെന്ത്? എന്തെങ്കിലും? അയ്യോ, ഇപ്പോഴാണോ നിനക്ക് എന്നെ ഓർമ്മ വന്നേ? വെച്ചിട്ട് പുറപ്പെട്ടി. അവനെങ്ങാനും സത്യം അറിഞ്ഞ ആദ്യം കൊല്ലം എന്നെ ഇരിക്കും. ഇതൊന്നും പറയാത്തേന്.
ഹേയ്, ഇത് ഞാനാ. ഓക്കെ കുക്കി? താൻ എന്താ ചെയ്യുന്നേ? ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ. ഇപ്പോഴോ? വിശക്കുന്നുണ്ട്. എന്നിട്ടുണ്ടാക്കിയോ? ഇല്ല, യൂട്യൂബിൽ റെസിപ്പി നോക്കുമായിരുന്നു. ഓംലെറ്റ് ഉണ്ടാക്കാനോ? ഹാ. ഞാൻ ഉണ്ടാക്കി തരാം. നോ, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഉണ്ടാക്കിക്കോളാം. എനിക്ക് എന്തായാലും ഉറക്കം വരുന്നില്ല, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്തു പറ്റി? നത്തിങ്. ഏതാ കഴിച്ചു നോക്കോ? ഗുഡ്. താനിനി പഠിക്കാൻ പോകുന്നുണ്ടോ? ഒന്ന് പഠിക്കാൻ പോയതിന്റെ ക്ഷീണതരം മാറിയിട്ടില്ല. അവര് ഹാർഷായിട്ടാണോ റാഗ് ചെയ്തേ? ചിമ്മി പറഞ്ഞ കുക്കിയെ വെച്ച് നോക്കുമ്പോ താൻ തിരിച്ച് നല്ലോണം കൊടുക്കേണ്ടതായിരുന്നല്ലോ. ആ കുക്കി മരിച്ചു. അയ്യോ, ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ വീഡിയോ കോൾ ചെയ്തേ ഉള്ളൂ. ഇനി പറഞ്ഞിട്ട് എന്താ? പോണം. ചെക്കൻ വരത്തില്ല, അവനൊരു കല്യാണം ഉണ്ട്. ഇപ്പൊ പിന്നെ എന്തോരം ചടങ്ങാ. സേവ് ദ ഡേറ്റ്, ബ്രൈഡ് ടു ബി, ഹൽദി, മെഹന്തി, കുറെ ഉണ്ടല്ലോ. ഇവർക്കൊക്കെ നല്ല ക്യാഷ് ഉണ്ടാക്കാം. അതെ, ഞാനെന്നാ പെണ്ണിനെ കൂട്ടിയിട്ട് വരാം. വന്നു. അതൊക്കെ ഒരു കഥയാ, ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ. ആരാ വടിയായ? നമ്മുടെ ആന്റണി റായപ്പൻ. മമ്മി പോകുന്നുണ്ടോ? പിന്നെ പോണേ, ഞാൻ അവളും കൂടെ പോയച്ചു വരാം. ഞാനില്ല. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ? ഇവൻ പോവാ. ഇനി 2 ദിവസം കഴിഞ്ഞ് ഇവൻ വരും. ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് വയ്യ വരാൻ. ആളാം ഇതാ എന്താ തിരിച്ചു വന്നെന്ന് ബോധിപ്പിക്കേണ്ടി വരും. അത് ശരിയാ, എന്നാ അവളിവിടെ നിന്നോട്ടെ. പിന്നെ എന്ത് വിശ്വാസത്തില് ഇവിടെ ഇവിടെ തനിച്ചാക്കി പോവാ? അതിന് ഇവളിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ക്രിസ്റ്റി ഇല്ലേ? അതാ എന്റെ പേടി. രണ്ടിന്റെയും പ്രായം ശരിയല്ല. അല്ല മോനെ, നീ മോശമാണെന്നല്ല. എനിക്ക് മനസ്സിലാവും ആന്റി. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഞാൻ വല്ല ഹോട്ടലിലേക്ക് മാറാം. അതൊന്നും വേണ്ട. ഇവളവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നതിനേക്കാൾ നീ ഇവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ പോവാം. ആ ചെക്കൻ എന്ന് വിചാരിച്ചു കാണും. അതിന് പരിസരബോധം വേണം. എന്നാ പിന്നെ നീ ഇവിടെ തന്നെ നിക്ക്. ആ ചെക്കനും കൂടെ വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്ക. ആലോചിക്കാം. എന്തൊരു അഹങ്കാരാണോ ഈ പെണ്ണിന്. ഇയാൾക്ക് ചോറൊന്നും വേണ്ടേ? അതിനുള്ളിൽ അടയിരിക്കുവാണോ? പോയി വിളിച്ചേക്കാം. ചോറ് കഴിക്കാൻ ഞാൻ വരാം, താൻ പോക്കോ. ഓക്കെ. എങ്ങനെ അങ്ങനെ ഫേസ് ചെയ്യും? ഐ എം സോറി, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ, താൻ അതോർത്ത് ഡിസ്റ്റർബ്ഡ് ആവണ്ടോ. താനും ആന്റിയെ പോലെ നല്ല കുക്കാണല്ലോ. താങ്ക്സ്. തന്റെ ചമ്മൽ ഇതുവരെ മാറിയില്ലേ? ഇത് തന്റെ ഫസ്റ്റ് കിസ് ആണോ? യെസ്. അതിന്റെയാ? തനിക്കപ്പോ അഫേഴ്സ് ഒന്നുമില്ലേ? ഇല്ല. തന്നെ കെട്ടാൻ പോകുന്ന ആൾപ്പല്ലൊക്കെയാണല്ലോ. Did I said anything wrong? ഇല്ല, എനിക്ക് മതി. ഞാൻ എണീക്കാം. ഓക്കെ.
എന്താ? കുറെ പേര്. ആരാ? അറിയില്ല. ഞാൻ പോയി നോക്കാം. വേണ്ട, അവര് കൊല്ലും. കൊല്ലാനോ? താൻ എന്തൊക്കെയാ പറയുന്നേ? മാറി നിക്ക്, ഞാൻ പോയി നോക്കാം. വേണ്ട പ്ലീസ്, വാതില് തുറക്കണ്ട. കുക്കി, ട്രസ്റ്റ് മീ പ്ലീസ്. ഒന്നും സംഭവിക്കില്ല. നീതാ ഇവിടെ സമാധാനായിട്ടിരിക്കെ, ഞാൻ പോയി നോക്കാം. ക്രിസ്റ്റി പ്ലീസ്. കുക്കി, ജസ്റ്റ് ട്രസ്റ്റ് മീ. ഈ കോട്ടക്കൽ ഫ്രാൻസിസ് ഇതല്ല. അല്ലല്ലേ? അപ്പൊ അതായിരിക്കും. ആയിരിക്കും. ഓക്കെ, താങ്ക്സ് ഏട്ടാ. കണ്ടോ, അവര് വീട് മാറി വന്നതാ. താൻ വെറുതെ. Oh God. കുക്കി, നല്ല ചൂടുണ്ടല്ലോ. Stay with me, please. ഓക്കെ, താൻ ഉറങ്ങിക്കോ, ഞാനെങ്ങും പോയില്ല. കുക്കി. കുക്കി. അയ്യോ, ഈ പെണ്ണ് ഇതുവരെ എണീറ്റില്ലേ? മമ്മി ഞാൻ വരുവാ. ക്രിസ്റ്റി, ക്രിസ്റ്റി വേഗം എണീക്ക്. നിന്റെ പനി കുറഞ്ഞോ? അതൊക്കെ പോയി, മമ്മി വന്നു. ഓ, ആന്റി വന്നോ? അയ്യോ, നമ്മൾ ഒരു റൂമിലല്ലേ? അയ്യോ, ഞാനിപ്പോ പുറത്തിറങ്ങിയ ആന്റി കാണില്ലേ? താൻ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ പറയുമ്പോ ഇറങ്ങിയാ മതി. ഓക്കെ. നീ ഇപ്പഴാണോ എണീക്കുന്നത്? അപ്പൊ ഇനി വല്ലതും ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയാലേ കഴിക്കാൻ പറ്റൂ. മമ്മിക്ക് ഒടുക്കത്തെ കൈപ്പൊടിയല്ലേ? അയ്യടി. അല്ല, ക്രിസ്റ്റി ഇവിടെ? ആർക്കറിയാം, ഒന്നുകിൽ അതിന്റെ ഉള്ളിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഓടാൻ പോയി കാണും. ഞാൻ പോയി സാരി ഒന്ന് ഊരി ഇടട്ടെ. മമ്മി ഡ്രസ്സ് കാണാൻ പോയി. വേഗം താഴെ പോയി ഫ്രണ്ട് ഡോറിലൂടെ തിരിച്ചു കയറുക. ഓക്കെ. ഇവിടെ പോയി ചോദിച്ചാൽ ജോഗിങ്ങിൽ പോയതാ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. മോൻ ഓടാൻ പോയോ? ആന്റി എപ്പോഴാ വന്ന്? ഒരു 10 മിനിറ്റ് ആയോളൂ. ആ, ഞാൻ എന്നാ റൂമിലോട്ട്. ആ മോനെ, ഞാൻ കാപ്പി ഇട്ടിട്ട് വിളിക്കാം. ഈ പെണ്ണ് ഇപ്പോഴാണ് എണീക്കുന്നത്. ഓക്കെ ആന്റി. മമ്മി, ആ തമ്പുരോട്ടോ ഒന്ന് വിളിക്കാവോ? എന്നാത്തിനാ? എനിക്കൊന്ന് അന്നാമ്മയുടെ അടുത്ത് പോകാനാ. അത് ഓട്ടോയെ വിളിച്ചു പോണോ? ആ ടൗണിൽ ചെന്ന ബസ്സിന് പോയാ പോരെ? എനിക്ക് വയ്യ ടൗൺ വരാൻ നടക്ക്. അമ്പോ, കേട്ടാ ഒന്ന് കൊറേ ഉണ്ട് ടൗണിലോട്ട് വന്നു. മമ്മി ഒന്ന് വിളിക്കോ? ഞാനിപ്പോ ഓഫീസിൽ പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ, അത് മതി. ബസ്സിന് പോയി 8 രൂപ കൊടുക്കാനെടുത്ത് ഓട്ടോയ്ക്ക് പോയ അവന്മാർ 50 മേടിക്കും. ആ, അത് പറ. ആ, അത് തന്നെ. ഞാൻ 15 മിനിറ്റിൽ ഇറങ്ങും. ഞാൻ റെഡി ആവാൻ പോവാ. ഇത് കമ്പനിക്കാരാണോ? ആ, അതെ, എന്റെ കാറ് വീട്ടിലാ. എത്രയുണ്ട് സാലറി? വൈ? ചുമ്മാ. ഓ, എന്നാ അറിയണ്ട. ആഹാ, ആള് വിചാരിച്ചത്ര പാവൊന്നുമല്ലല്ലോ. താനെന്താ വിചാരിച്ചേ? ഇനി അതില് പിടിച്ചു തോന്നണ്ട. തന്റെ കല്യാണമായോ? ഇല്ല. എന്തേ? അതും ചുമ്മാ. യു ആർ ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് മീ, റൈറ്റ്? എങ്ങനെ മനസ്സിലായി? ഇവിടെ ഈ ഗേറ്റ്. തന്റെ ഫോണൊന്ന് തരുവോ? ഈ ലാസ്റ്റ് ഡയൽ ചെയ്ത നമ്പർ എന്റെയോ? താൻ ഇറങ്ങാനാകുമ്പോ വിളിച്ചാ മതി. ഒന്നിച്ചോ? ഞാൻ ചിലപ്പോ ലേറ്റ് ആവും. ഞാൻ വെയിറ്റ് ചെയ്യാം. നീ ആയിരുന്നോ? ഞാൻ വിചാരിച്ചത് പാരാണ്. അല്ല, ഇതാരാ? ഇതാ ക്രിസ്റ്റി. ആ, ചിമ്മിയുടെ ഫ്രണ്ട്. ഞാൻ ആൻമരിയ. ഇവളുടെയും ചിമ്മിയുടെയും ഫ്രണ്ടാ. ഒരു ചെറിയ തിരുത്തുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ചിമ്മിയുടെ ഗേൾ ഫ്രണ്ടും. ഓ, ഹായ്. ഹായ്. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ബൈ.
എന്നാ ഗ്ലാമറാടി. ആണോ? ആണോ? നല്ല സിനിമ നടനെ പോലുണ്ട്. നിന്റെ കെട്ടിയവരും ഇതുപോലെ ഗ്ലാമർ ആണോ? സോറി അന്നാമേ, നിനക്ക് മാത്രം എന്റെ സിറ്റുവേഷൻ അറിയും. നീ തന്നെ. സോറി ഡി, കൗതുകം ലേശം കൂടുതലാ. എങ്ങനെയൊക്കെയോ എല്ലാം മറക്കാൻ ശ്രമിക്കാൻ. ഓക്കെ, അത് വിടും. ഇന്നലെ അവൻ നിന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ? ഇല്ല. വെയിറ്റ്, നോക്കണ്ട, ചിമ്മി പറഞ്ഞതാ. സ്വാഭാവികം. നിങ്ങളപ്പോ ഇന്നലെ എന്ത് ചെയ്തു? ഞങ്ങൾ എന്നിട്ട് അവൻ നിന്നെ ഒന്നും ചെയ്തില്ലേ? ഇല്ല. He is a gentleman. ഉറപ്പിക്കാനായിട്ടില്ല, ബട്ട് he's not bad. പോയി. ആന്റി ഹോസ്പിറ്റലിൽ പോയോ? യെസ്, രാത്രി വരും. ഇന്ന് സിസേറിയൻ ഉണ്ടത്രേ. ചിമ്മി വിളിച്ചോ? ഇല്ല, ഇപ്പൊക്കെ വർക്കിലായിരിക്കില്ലേ. ഹലോ, താൻ വരാനായോ? ഓക്കെ. നിങ്ങൾ നല്ല ക്ലോസ് ആയല്ലേ? കുറച്ച്. ഇപ്പൊ അതിന്റെ പേടിക്ക് കുറവില്ലേ? എന്ന് ചോദിച്ചാ ഇപ്പൊ എന്നെ പേടിപ്പെടുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒരേ മുഖാണ്. എനിക്ക് ഇനി ആ മുഖത്തെ ഓർത്ത് നീ പേടിക്കണ്ട. ഓക്കെ? വന്നല്ലോ. എന്നാ ഞാൻ പോട്ടെ. ബൈ. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കുന്നേ. ആടി. കൈ ചരട് കിട്ടിയിട്ടും തന്റെ പേടിക്ക് കുറവൊന്നുമില്ലല്ലോ. ഉണ്ട്. ഉണ്ടോ? താങ്ക് യു. വന്നോ രണ്ടോ? നീ എന്താ ഇവിടെ? പെൻഡ്രൈവ് എടുക്കാൻ വന്നതാ. ഇനി വൈകുന്നേരം പോകുന്നുള്ളൂ. ഞാൻ അന്നയുടെ അടുത്ത് പോയി. മമ്മി പറഞ്ഞു. നീ ഓഫാണോ? ആടാ. എന്നാ വാ, എന്റെ കയ്യില് സാധനം ഉണ്ട്. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല. പഠിപ്പിയെന്നും പഠിപ്പി തന്നെ. പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുന്നവരൊക്കെ രാജാക്കന്മാരാണല്ലോ. താൻ കഴിക്കൊന്നും വേണ്ട. നിന്റെ നാവിൽ എനക്കം വെച്ച് തുടങ്ങിയോ? പോടാ. നിന്റെ ചരട് കൊള്ളാലോ. അതെന്താ? അവള് പഴയ കുക്കി ആവുന്ന പോലൊരു തോന്നല്. കഴിഞ്ഞോ നിന്റെ പരിപാടി? കഴിഞ്ഞു. ആന്റി എവിടെ ഇല്ലേ? എനക്കൊന്നുമില്ലല്ലോ. ഇല്ല, സപ്ലൈക്കോ പോയി. എന്നാ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ? ഞാൻ കൂട്ടിയിട്ട് വന്നതിന്. അത് സാരല്ല, മമ്മി ഓട്ടോയ്ക്ക് വന്നോളൂ. നീയേ കുക്കിയുടെ റൂമിൽ പോയി അവിടെയുള്ള സിപിൻ ചാർജർ ഒന്ന് എടുത്തോണ്ട് വരുമോ? എവിടെയാ ഉണ്ടാവാ? അത് ഫുൾ ടൈം വിളിക്കില്ല. ഓക്കെ, ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, എനിക്ക് സ്റ്റെപ്പ് വരാൻ വയ്യ. വെക്കല്ലേ, ജീവൻ താഴെയുണ്ട്. ഞാൻ എന്തേലും ചെയ്തു വിചാരിക്കും. താൻ എന്തിനാ എന്നെ കാണുമ്പോ ഈ കാറുന്നേ? എന്നെ കണ്ട പേടി തോന്നുന്നു. താൻ എന്തിനാ വന്നേ? ചാർജർ എടുക്കാൻ. എന്നാ അതെടുത്തിട്ട് പോ. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്?